എന്തൊരിപ്പാണ് ഗോപേട്ട? കുളിക്കുന്നില്ലേ? കുളിക്കുന്നില്ലെന്നോ? വേണം. വേറെ തുണിയില്ലേ? ഇല്ല. ഇത് വല്ലാതെ മുഷിഞ്ഞു. ഞാൻ അലക്കിത്തരാം. ഈ ദുഃഖങ്ങളൊക്കെ കളയുന്നേ. ഈ ജന്മത്തിൽ അതിന് സാധിക്കും. ഒരച്ഛന്റെ മരണത്തിൽ ഇത്ര വലിയ സങ്കടം ഞാൻ കണ്ടിട്ടില്ല. ഒരച്ഛനും ഇങ്ങനെ മരിച്ചിരിക്കില്ല. ആരും എന്നോട് സംസാരിക്കുന്നില്ല. നീയെങ്കിലും അറിയാവുന്നത് പറയുമെന്ന് ആഗ്രഹിച്ചു. ഗോപിയേട്ടൻ ആത്മഹത്യക്ക് ശ്രമിച്ച ശേഷം ഞാനിവിടെ വന്നിട്ടില്ല. എന്തുകൊണ്ട്? പറയൂ, എന്തുകൊണ്ട്? പറയൂ മാലു, പറയാതെ ഞാൻ വിടില്ല. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് യാചിച്ചു. അമ്മ കരഞ്ഞു, നീ കരഞ്ഞു, ജേട്ടൻ ഞാൻ ആരുമായി പിണങ്ങില്ല. പിണങ്ങില്ലെങ്കിൽ ചേച്ചി അവിടെ തന്നെ നിൽക്കുവോ? തമാശ പറയല്ല, പിണക്കം ഇണക്കത്തിന്റെ തുടക്കമാ. നല്ല ചേച്ചാനക്കൾ, പാവം, ചേച്ചിയെ കരയിക്കരുതേ. ആ കുട്ടിക്ക് ഒരു പ്രേമത്തിന്റെ അസ്ഥ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ പോത്ത് കരയും പോലെ കാര്യം. പോത്തല്ല, കഴുത. രണ്ടും ഒന്ന് തന്നെ, ബുദ്ധിയില്ലാത്ത വർഗം. അപ്പൊ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ചീത്തയാ? ചീത്തയൊന്നല്ല, പക്ഷേ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല. ഉണ്ണിക്കൊരു കല്യാണ സദ്യ തരേണ്ടി വരുമല്ലോ എന്ന് കരുതിയാണ് ഗോപിയേട്ട മാറിക്കളഞ്ഞത്. വാ. ചേച്ചി കരഞ്ഞോ? ഇല്ല. അത് കണ്ണിൽ കരടി പോയതാ, അല്ല കരട് പോയതാ. ഗോപിയേട്ടൻ എങ്ങോട്ടാ പോയത്? ചോദിച്ചില്ല. പാവം, എത്ര അസ്വസ്ഥനാണ്. ആരുമില്ലാത്തതുപോലെ. എല്ലാരും ഉണ്ടല്ലോ. അതപ്പൊ കുഴപ്പം. എല്ലാവരും ഉണ്ട്, എന്നാ ആരുമില്ല. ഗോപിയേട്ടനെ എങ്ങനെ സഹായിക്കണമെന്ന് എനിക്ക് തന്നെ ഒരു രൂപം കിട്ടുന്നില്ല. ഈ ചേച്ചി മിണ്ടും പോയിക്കും കരഞ്ഞെന്തിനാ? എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ചിരിക്കൂ. ഈ മോള് നാക്കെടുത്ത തമാശയെ പറയുള്ളൂ. തമാശക്കല്ലേ അതാ ചിരിച്ചു. ഞാൻ ചിരിച്ചിട്ട് ദയവ് ചെയ്ത് നീ എന്നോടൊന്നും ചോദിക്കരുത്. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ കാണുമ്പോൾ ഭയപ്പെടുന്നതിന്? മോനെ, ഒരമ്മയേക്കാൾ കൂടുതൽ നിന്റെ അച്ഛന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളായി കരുതിയ ഒരു ഭാര്യ മാത്രമായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് മധുരം ഇഷ്ടമല്ലായിരുന്നു. ഞാനും അത് ഉപേക്ഷിച്ചു. അത് അമ്മയ്ക്ക് അച്ഛനോടുള്ള കടമ കൊണ്ട് മാത്രമായിരുന്നു. അല്ല, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. നിന്റെ അച്ഛൻ നായ്ക്കളെ വെറുത്തപ്പോ ഞാനും വെറുത്തു. അച്ഛന് നായ്ക്കളെ വെറുപ്പായിരുന്നു. ഗോപി, അമ്മയുടെ ദുഃഖം മാറുന്നവരെങ്കിലും. എന്റെ ദുഃഖത്തെ പറ്റി ചേട്ടനൊന്നും പറയാനില്ല. മരിക്കുന്നവരെ അച്ഛന്റെ ജീവിതത്തിൽ നിറഞ്ഞു വന്ന വേദനയായിരുന്നു നീ. ഇപ്പൊ അമ്മയുടെ. അച്ഛൻ എന്തിന് എന്നെ ചൊല്ലി വേദനിച്ചു? അമ്മ എന്തിന് വേദനിക്കുന്നു? പറയൂ ചേട്ടാ.
എന്താണ് എന്താണ് ഒരു വല്ലായ്മ? ഓ ഒന്നുമില്ല. ഓ, സ്വന്തം കുടുംബകാര്യങ്ങൾ എന്നോട് പറയുന്നത് കുറച്ചിലായിരിക്കും. എന്റെ ശാരദയായാലും നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ജയേട്ടൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചതാ. അമ്മ വളരെ അസ്വസ്ഥയാണ്. ഗോപി ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. ഈ കുടുംബത്തിന്റെ ഭദ്രത തകരരുതല്ലോ. ഇത്രത്തോളം വളരാതെ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷേ അച്ഛനുണ്ടായിരുന്നപ്പോൾ ആജ്ഞകൾ അനുസരിക്കുന്നതിനെ എല്ലാവർക്കും കഴിഞ്ഞിരുന്നുള്ളൂ. നീ ഉറങ്ങിയില്ലേ മോളെ? ഇല്ല, ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ് മമ്മി. Good idea. കുഞ്ഞ് കാപ്പി കുടിച്ചില്ലല്ലോ. ഞാൻ ഇന്ന് ഗോപി അങ്കിളുടെ കൂടെയാണ് കാപ്പി കുടിക്കുന്നത്. അയ്യോ, അങ്ങനെ നേരം വെളുത്തപ്പോ പോയതല്ലേ. എങ്ങോട്ട്? കഷ്ടമായി. ഞാനിന്ന് അങ്കിളിനെയും കൂട്ടി ഒന്ന് ചുറ്റാൻ വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെ അവന് നിന്നെ കൊണ്ട് ചുറ്റലല്ലേ ജോലി? ഡാഡിക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ നമ്മുടെ അമ്പലത്തിന്റെയും വെളിച്ചപ്പാടിന്റെയും കഥ പറഞ്ഞപ്പോ കേൾക്കാൻ അങ്കിളിന് എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നെന്നോ. നീ വേണ്ടാത്തതൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഗോപിയുടെ തലേ കയറില്ല. ശരി, ഞാൻ പോയിട്ട് വരാം. മമ്മി, ഡാഡി എങ്ങോട്ടാ പോന്നേ? ഡോക്ടർ എറാഡിയുടെ വീട്ടിലേക്ക്. ഇവിടെ ആണെങ്കിൽ എപ്പോഴും എല്ലാവർക്കും തിരക്കാം. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ജാനകി വരും, നമുക്കും പോവാം. അല്ല എങ്ങോട്ട്? ഞാൻ ഡോക്ടറുടെ വീട്ടിലേക്ക് പോവുക. പോകുന്ന വഴിക്ക് ഞാൻ ആ കല്ലറ മുക്കിൽ ഇറങ്ങിക്കോളാം. വിട്. എന്നാ ഒരു കാര്യം ചെയ്യും, ഉണ്ണി മെല്ലെ ഇറങ്ങി നടന്നു വന്നാൽ മതി കേട്ടോ. അങ്ങനെ മതിയോ? അങ്ങനെ ചെയ്യാം. വണ്ടി വിടും. എന്താ വേണ്ടിട്ടാ? കാലത്തെ മൂഡ് ഔട്ടായോ? അങ്ങനെയൊന്നുമില്ല. കാറുകളിൽ ലോറിയൊന്നും ഞാൻ കാണാത്തൊന്നുമല്ല.